രാജ്യസഭാ സീറ്റ് LDFന് കീറാമുട്ടിയാകുന്നു. കേരള കോൺഗ്രസ് എമ്മിനും CPIക്കും പിന്നാലെ ഒഴിവ് വരുന്ന സീറ്റിൽ അവകാശമുന്നയിച്ച് RJDയും രംഗത്ത്. രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരൂ എന്ന് RJD നേതാവ് വർഗീസ് ജോർജ് പറഞ്ഞു. CPM, CPI, കേരള കോൺഗ്രസ്, RJD ഈ 4 പാർട്ടികൾ മാത്രമാണ് സീറ്റ് ആവശ്യപ്പെട്ടത്. ആ 3 പാർട്ടികൾക്ക് സീറ്റ് ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CPM ഞങ്ങളെ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിച്ചു. മാർച്ച് ആദ്യ വാരത്തിൽ CPMൻ്റെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനാണ് പാർട്ടിയെ പ്രതിനിധീകരിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ലോക്സഭ ലഭിക്കാത്ത സാഹചര്യത്തിൽ രാജ്യസഭ സീറ്റ് വേണമെന്ന് അന്ന് ആവശ്യപ്പെടുകയും എഴുതി കൊടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല, ഇപ്പോൾ ലോക്സഭയിലും പ്രാതിനിധ്യമില്ല, രാജ്യസഭയിലും പ്രാതിനിധ്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന് നമ്മൾ അവരെ ധരിപ്പിക്കുകയുണ്ടായി. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എന്താണ് RJDയുടെ നീക്കം? RJD ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം രാജ്യസഭാ സീറ്റ് തന്നെയാണ് വേണു. അതിൽ പ്രധാനമായും അവർ പറയുന്നത് MP വീരേന്ദ്രകുമാർ ഉള്ള സമയത്ത്, ശ്രേയാംസ് കുമാർ ഉള്ള സമയത്തൊക്കെ രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ലോകസഭയിലും രാജ്യസഭയിലും ഒരുമിച്ച് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗമായി ഒരു മന്ത്രിസ്ഥാനമില്ല. അതുകൂടാതെ രാജ്യസഭയിലും പ്രാതിനിധ്യമില്ല, ലോകസഭയിലും പ്രാതിനിധ്യമില്ല. ഇങ്ങനെ പോകാൻ പാർട്ടിക്ക് കഴിയില്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ LDF ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് തങ്ങൾക്കാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അർഹത. അത് മാർച്ചിൽ തന്നെ എഴുതി നൽകിയിട്ടുണ്ട്. വെറും വാക്കാൽ ഉന്നയിക്കുക മാത്രമല്ല, LDF ഉന്നയിക്കുക മാത്രമല്ല, MV ഗോവിന്ദനും LDF നേതൃത്വത്തിനും കൃത്യമായ രീതിയിൽ എഴുതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈയിൽ ഒഴിവ് വരുന്ന സീറ്റിലേക്ക് പരിഗണിക്കാമെന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ തങ്ങൾക്ക് അർഹതയുണ്ട്. ഇത് കിട്ടിയേ തീരൂ, അത് ഉറച്ചു തന്നെ പറയുന്നുണ്ട്. കിട്ടിയേ തീരൂ. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തണം, എന്നിട്ട് കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് തന്നെ ആ സീറ്റ് നൽകണമെന്നൊരു ആവശ്യമാണ് വർഗീസ് ജോർജ് ഉന്നയിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മും അതുപോലെ തന്നെ CPIയും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന സീറ്റിലേക്ക് മൂന്നാമത്തെ ഒരു കക്ഷി, അത് RJD ആണ്. അവർ കൂടി അവകാശവാദം ഉന്നയിച്ചതോടെ LDFനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു കീറാമുട്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച RJDയും രംഗത്ത്. ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.